ഉദാഹരണങ്ങൾ ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സഹാബി, ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ജുലൈബീബിനെ കുറിച്ച് ചരിത്രം പറയുന്നത് അദ്ദേഹം കുറിയവനായിരുന്നു, കറുത്തവനായിരുന്നു, സൗന്ദര്യമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായി ഏൽക്കാറുള്ള ഒരു മാനസിക പ്രയാസമാണ് അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇത് നന്നായിട്ടുണ്ടായിരുന്നു ജുലൈബീബിന്. ജുലൈബീബ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ അപകർഷതാബോധത്തിന്റെ ഒരു കട്ടയാണെന്ന് തന്നെ പറയാം. എപ്പോഴും മ്ലാനമായിരിക്കുക, എപ്പോഴും വിഷമിച്ചിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക. എന്താ ജുലൈബീബിന്റെ ചിന്ത? ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ജുലൈബീബിനെ സ്വീകരിക്കോ? ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ജുലൈബീബിനെ സ്വീകരിക്കോ? ഏതെങ്കിലും ഒരു കുടുംബം ഒരു പെണ്ണിന്റെ കൈപിടിച്ച് ജുലൈബീബിന് തരോ? കാരണം കരിവണ്ടിനെ പോലെ കറുത്ത, നീളമില്ലാത്ത, കണ്ടാൽ പൗരുഷം തോന്നാത്ത ശരീര പ്രകൃതിയുള്ള എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരു കുടുംബം തരോ എന്നൊരു വേദന ജുലൈബീബിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ പറയുന്ന നേതാക്കന്മാരാരും മനസ്സിലാക്കിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നു ഖത്താബ്, അലി ഇബ്നു അബി താലിബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഒരുപാട് സഹാബികളുണ്ട്. ബുദ്ധിയുള്ള, ആലോചനാശേഷിയുള്ള, ചിന്താശക്തിയുള്ള സഹാബികൾ. അവരാരും ജുലൈബീബിന്റെ ഈ വിഷമം മനസ്സിലാക്കിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ജുലൈബീബിന്റെ അടുത്ത് വന്നിട്ട് തോളത്ത് തട്ടി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഒരുപക്ഷെ ജുലൈബീബിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും. എന്താ ചോദ്യം എന്നറിയോ? ജുലൈബീബേ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ ജുലൈബീബേ? എന്താ ഈ വിഷമിച്ചിരിക്കുന്നത്? ഈ ചോദ്യം കേട്ട മാത്രയിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ഠമിടറി, ശബ്ദമിടറി. ജുലൈബീബ് തിരിച്ചു ചോദിച്ചു, റസൂലുള്ളാഹി, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ആരാണ് എന്നെ കല്യാണം കഴിക്കുക? ആരാണ് എന്നെ സ്വീകരിക്കുക? ഈ കറുത്തവനെ, ഈ കുറിയവനെ, ഈ തറവാടിത്തമില്ലാത്തവനെ, ഈ ആഭിജാത്യമില്ലാത്തവനെ ആരാണ് റസൂലെ സ്വീകരിക്കുക? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുലൈബീബ്, ജുലൈബീബ്, ഇത്തരത്തിലുള്ള നിന്റെ വാക്കുകൾ ഇത് അവസാനത്തതായിരിക്കണം. ആര് പറഞ്ഞു ആർക്കും വേണ്ടാത്തവനാണ് നീയെന്ന്? ആര് പറഞ്ഞു ഒന്നിനും കൊള്ളാത്തവനാണ് നീയെന്ന്? ആരാണ് നിന്നെ ഇത് പറഞ്ഞു പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹു പതറിപ്പോയി. റസൂൽ പറഞ്ഞു, ജുലൈബീബ്, മദീനയിൽ അൻസാരികളുടെ ഇന്നാലിന്ന് അൻസാരിയുടെ വീട്ടിൽ ചെന്ന് നീ കല്യാണം ആലോചിക്കണം. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയണം. റസൂലിന്റെ കൽപ്പനയനുസരിച്ച് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ചെന്നു. ഉമ്മറപ്പടിക്ക തന്നെ പിതാവുണ്ട്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂല് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരണം. ആ പെണ്ണിന്റെ വാപ്പ തിരിച്ചു ചോദിച്ചു, അല്ല, നിന്റെ കോലം നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കരിവണ്ടിനെ പോലെയുള്ള നിനക്ക്, പുഷ്പം പോലെയുള്ള എന്റെ മകളെ ഞാനെങ്ങനെ കെട്ടിച്ചു തരും? ഒരു മനുഷ്യക്കോലം പോലും നിനക്കില്ലല്ലോ എന്ന വാക്ക് കേട്ട് തന്റെ അപകർഷതാബോധം ഇരട്ടിയായി വർദ്ധിച്ച ജുലൈബീബ് റളിയല്ലാഹു അൻഹു തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോ ആ ജുലൈബീബിന്റെ കാൽപാദങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നൊരു ശബ്ദം കേട്ടു. പാപ്പാ, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംറിഹിം. പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ മൂന്നാമതായ ഒരു അഭിപ്രായം മുഅ്മിനീങ്ങൾക്കുണ്ടായിക്കൂടാ. മൂന്നാമതായ ഒരു അഭിപ്രായം മുസ്ലിമീങ്ങൾക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് കരിവണ്ടിനെ പോലെ കറുത്ത ജുലൈബീബിനെ മാത്രമേ ഞാൻ എന്റെ ഭരനായി സ്വീകരിക്കുകയുള്ളൂ. ആ ജുലൈബീബിനെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ മുന്നിൽ തന്റെ സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്ന, തന്റെ ആശകൾ മാറ്റിവെക്കുന്ന, തന്റെ പ്രത്യാശകൾ മാറ്റിവെക്കുന്ന യുവത്വത്തിന്റെ പ്രതീകത്തെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം അവിടെ കാണുന്നത്. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. ഒരു യുദ്ധത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ചോദിക്കുകയാണ്, എവിടെയാണ് എന്റെ ജുലൈബീബ്? എവിടെയാണ് എന്റെ ജുലൈബീബ്? എവിടെയാണ് എന്റെ ജുലൈബീബ്? ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നപ്പോ പ്രവാചകൻ അല്പം കർക്കശ സ്വരത്തിൽ ചോദിക്കുകയാണ്, എന്റെ ജുലൈബീബ് എവിടെയാണെന്ന് പറയണം. അവസാനം അനുയായികൾ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഒരു സ്ഥലത്തേക്ക്. അവിടെ
നമ്മുടെ പ്രവാചകൻ കാണുന്നത് കമിഴ്ന്നടിച്ചുകൊണ്ട് ശരീരം മുഴുവൻ രക്തം വാർന്നൊലിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന ജുലൈബീബിനെയാണ്. കരിവണ്ടിനെ പോലെ തന്റെ ചുറ്റിലും ഓടി നടന്നിരുന്ന കറുത്തവനായ കുറിയവനായ തന്റെ അനുയായി ചേതനയേറ്റുകൊണ്ട് കിടക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും ശ്രദ്ധിക്കാത്ത, ആരും മാനിക്കാത്ത, ആരും പരിഗണിക്കാത്ത, തന്റെ അനുയായികളിൽ ആഭിജാത്യമില്ലാത്ത, തറവാടിത്തമില്ലാത്ത അനുയായികളുടെ മനസ്സിന്റെ വേദനകളും വ്യതകളും പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയിരുന്നു.